പുതുമുഖ നടി എന്ന പേരിലാണ് ചിലരെങ്കിലും ഹണി റോസിനെ വിശേഷിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അഭിനയ രംഗത്ത് അടുത്ത വർഷം 2 പതിറ്റാണ്ട് പൂർത്തിയാക്കാൻ പോവുകയാണ് ഹണി റോസ്. 2005 പുറത്തിറങ്ങിയ വിനയൻ ചിത്രം ബോയ് ഫ്രണ്ടിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ താരങ്ങളിൽ ഒരാളായും ഹണി റോസ് മാറിക്കഴിഞ്ഞു. തമിഴ് താരം വിജയുടെ കടുത്ത ഫാനാണ് താനെന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു കോടി വിത്ത് കോമഡി എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഹണി റോസ് പറഞ്ഞു. ക്രഷാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പത്തിലെ തുടങ്ങിയതാണ്. തനിക്ക് തമിഴ് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പടം കണ്ട് പഠിച്ചതാണ്. താരത്തിന്റെ പഴയ പടങ്ങൾ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നു. ഒരു തവണ ചെറുപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനത്തിന് പോയപ്പോൾ വലിയ തിരക്കായിരുന്നു. വൈകുന്നേര സമയവുമായിരുന്നു. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമുള്ള ആളുകളായിരുന്നു. ബൗൺസേഴ്സിനെയൊക്കെ അവരെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു. സ്റ്റേജിൽ നിന്നും ഷോപ്പിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂവെങ്കിലും അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചില്ല. വണ്ടിയെടുത്ത് അവിടുന്ന് പോയി. 1 മണിക്കൂറോളം കറങ്ങിയതിനു ശേഷം തിരിച്ചു വന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നും അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി ഹണി റോസ് പറയുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ തൊലി കൂടുതൽ വെളുക്കാനും ഒക്കെ തന്നെ ഇഞ്ചക്ഷനുമൊക്കെ എടുക്കുന്ന കാലമാണ്. 1-2 മരുന്നുകളുടെ പേരൊക്കെ ചില ആളുകൾ തനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങളിലൂടെ ലാവണ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഹണി റോസ് നടത്തിയിട്ടുണ്ടോ? ചില ആളുകൾ ഇതെടുത്ത് അവസാനം പുലിവാൽ പിടിച്ച കഥയും അറിയാമല്ലോ എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ അടുത്ത ചോദ്യം. തീർച്ചയായും മിനുക്ക് പണികളൊക്കെ താൻ ചെയ്യാറുണ്ട് എന്നും അത് വെളുക്കാൻ വേണ്ടിയല്ല, നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആയി ഇരിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് എന്നും താരം പറഞ്ഞു. കാശ് നല്ല രീതിയിൽ ചെലവാകും. ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നത് എങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന രീതിയിലെ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും എടുക്കുകയുള്ളൂ. നമ്മൾ ആത്മവിശ്വാസത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ മിനുക്ക് പണികൾ സ്വാഭാവികമായും ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ഈ ചോദ്യത്തിനുള്ള ഹണി റോസിന്റെ മറുപടി. തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് മനസ്സമാധാനമാണെന്നും ഹണി വ്യക്തമാക്കുന്നു. കല്യാണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ അമ്മയുമായി വീട്ടിൽ എന്നും തർക്കമാണ് എന്നും താരം ചിരിച്ചുകൊണ്ട് പറയുന്നു. കല്യാണത്തിന് പിടികൊടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. 10 വർഷത്തിന് മുകളിലായി മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ട്. ആൾ ഭയങ്കര ഡീസന്റ് ആണ്. മാന്യമായ മെസ്സേജാണ്. ഫോൺ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അക്കാര്യത്തിൽ വലിയ പരാജയമാണ്. ഒരു ലോക പരാജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ തന്റെ ഫോണിലേക്ക് വരുന്നത് ചുരുക്കം ചില കോളുകളാണെന്നും ഹണി റോസ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഉദ്ഘാടനങ്ങൾക്ക് എത്തുമ്പോൾ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ താരത്തിന്റെ ഫാഷൻ സെൻസും എല്ലാം ഇക്കൂട്ടത്തിൽ ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഉദ്ഘാടന പരിപാടിക്ക് ധരിച്ച താരത്തിന്റെ വസ്ത്രം ചർച്ചയാവുകയാണ്. വസ്ത്രത്തിന്റെ പേരിൽ ചിലർ താരത്തെ അതിരൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായിരുന്നു ഹണി റോസ് എത്തിയത്. കസവ് പട്ടുപാവാടയും നീല നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു താരം ധരിച്ചത്. മുല്ലപ്പൂവും തുളസിയും ഒക്കെ ചൂടി മൊത്തത്തിൽ നാടൻ ലുക്കിലാണ് താരം പരിപാടിക്ക് എത്തിയത്. എന്നാൽ ധാവണിക്കും സാരിക്കും ഒക്കെ ധരിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ ബ്ലൗസ് എന്നും ഈ വേഷം മോശമായി പോയി എന്നുമാണ് ചിലരുടെ വിമർശനം. ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കിട്ട വീഡിയോയ്ക്ക് താഴെ നിരവധി വിമർശന കമന്റുകളാണ് നിറയുന്നത്.